ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ ഫൈനൽ പാർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോ ഇന്നലെ രാത്രി രണ്ടുപേരും തല്ലുപിടിച്ചില്ലേ? പിറ്റേ ദിവസം ഹീറോയിനും ഓഫീസിലായിരിക്കുമ്പോൾ ഹീറോ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഇന്നലെ ഞാനാണ് തെറ്റ് ചെയ്തത്, ദയവ് ചെയ്ത് പാർട്ടിക്ക് എന്റെ കൂടെ വായെന്ന് പറഞ്ഞ് അവൻ കെഞ്ചി ചോദിക്കുവാണ്. ശരി, ഓവറായിട്ട് പോകണ്ട എന്ന് പറഞ്ഞ് പാവം തോന്നിയ ഹീറോയിനും കൂടെ പോകുന്നുണ്ട്. ഇപ്പോ പാർട്ടിക്കും വന്നു കഴിഞ്ഞു. ടോപ്പ് ലോയേഴ്സ് ആണ് ഈ പാർട്ടിയിൽ വന്നിരിക്കുന്നത്. ഹീറോയിനും അവളുടെ ലിപ്സ്റ്റിക്ക് കുറച്ച് ഓവറായി പോയെന്ന് കരുതുന്നെന്ന് പറഞ്ഞ് റെഡിയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ വാഷ്റൂമിലേക്ക് പോകുവാണ്. ഇവള് കാരണം ഹീറോയുടെ ഇമേജിന് തകരാറ് വരാൻ പാടില്ല എന്നാണ് കരുതുന്നത്. ഇപ്പൊ തിരികെ വന്ന് നോക്കിയാല് ഹീറോ ഈരാനുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അതുകൊണ്ട് അവളും അതിന്റെ ഇടയിലേക്ക് കയറി പോകുന്നില്ല. ഈരാനും നിങ്ങളുടെ കല്യാണത്തിന് എന്റെ കൺഗ്രാറ്റുലേഷൻ എന്ന പോലെ പറഞ്ഞതും ഇത് കേട്ട രണ്ട് ലോയേഴ്സ് ഓടി വന്ന്, എന്ത് കല്യാണമോ, അപ്പോ നിനക്ക് ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ടോ ക്യുൻഹെ എന്ന് ചോദിച്ച് സംസാരിക്കാൻ തുടങ്ങി. അതേന്ന് ഹീറോയും പറയുന്നുണ്ട്. എന്നാ എന്താ അവര് ചെയ്യുന്നേ, എന്താ അവരുടെ പേരെന്ന് ചോദിച്ചാല് അവളൊരു ലോയറാണ് എന്ന് ഹീറോ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നത് പോലെ, അവളെ പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ സംസാരിക്കാൻ തുടങ്ങിയതും ഇത് കേട്ട് നിന്ന ഹീറോയിനും തീരെ ഇഷ്ടാകുന്നില്ല. കൂടെ അവര് കല്യാണത്തിനെ കുറിച്ച് ചോദിച്ചതും, കല്യാണമോ, അതെന്തിനാ, ഞങ്ങൾ രണ്ടുപേരും ലോയേഴ്സ് ആണ്, തമ്മിൽ സീരിയസ് ആയിട്ട് ലവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, കല്യാണത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞതും ഇതും ഹീറോയിനും ഇഷ്ടാകുന്നില്ല. ടെൻഷനായ ഹീറോയിനും അവന്റെ മുമ്പിൽ വന്ന് രണ്ട് ഡ്രിങ്ക് എടുത്ത് കുടിച്ചിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകുവാണ്. പിന്നാലെ വന്ന ഹീറോയും എന്ത് പറ്റി നിനക്കെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ എപ്പോഴെങ്കിലും ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നോ എന്ന് ഹീറോയും ചോദിക്കുവാണ്. അത് പിന്നെ നീ അന്ന് പാർട്ടിയിൽ കൊളീഗ്സിന്റെ കൂടെ ആയിരിക്കുമ്പോ അവർ കല്യാണത്തിനെ കുറിച്ച് ചോദിച്ചില്ലേ, അപ്പോ നീ അതിന്റെ ഐഡിയയിലേ ഇല്ലെന്നല്ലേ പറഞ്ഞത്, നമ്മൾ രണ്ടുപേരും ഒരേപോലെയാണ് തിങ്ക് ചെയ്യുന്നത് എന്നാണ് ഞാൻ കരുതിയെന്ന് പറയുവാണ്. ക്യുൻഹെ, ഞാൻ അങ്ങനെയല്ല മീൻ ചെയ്തത്, എന്റെ കല്യാണമായാലും ഫ്യൂച്ചർ കരിയർ പ്ലാൻസ് ആയാലും എല്ലാം നിങ്ങളാണ് ചെയ്യുന്നത്. എപ്പോഴും നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്തായിരിക്കും കറക്റ്റ് എന്ന് മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇതുവരെ എന്റെ തോട്ട്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചതും ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ എപ്പോഴും നിന്നെ പ്രൊട്ടക്ട് ചെയ്യണമെന്നാ കരുതുന്നേ, കെയർ ചെയ്യണം, കൂടെ നിന്റെ കരിയർ പ്ലാൻസിൽ നീ മിസ്റ്റേക്ക് ചെയ്യാൻ പാടില്ലെന്നുമാണോ വിചാരിക്കുന്നത്. ദയവ് ചെയ്ത് ഇതിനു വേണ്ടി ദേഷ്യപ്പെടാതെ എന്ന് പറഞ്ഞാല് എനിക്ക് ആവശ്യം എന്നെ റെസ്പെക്ട് ചെയ്യുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരാളെയാണ്, അല്ലാതെ എങ്ങനെയുള്ള ഓവർ കെയർ ഒന്നും എനിക്ക് ആവശ്യമില്ല. ഇനിയും ഇതിനെക്കുറിച്ച് സംസാരിക്കാനും എനിക്ക് താല്പര്യമില്ല, ഞാൻ കുറച്ചു നേരം തനിയിരിക്കണം, വീട്ടിലേക്ക് പോകുവാണെന്ന് പറഞ്ഞ് അവള് പോകുവാണ്. ഹീറോയ്ക്കും അത് ഹേർട്ട് ആകുന്നുണ്ട്. ഇപ്പോ വീട്ടിലേക്ക് തിരികെ വന്ന ഹീറോയും റൂമിലേക്ക് വരാനായിട്ട് ഡോറ് തട്ടാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഉള്ളിലെ ഹീറോയിനും ഉറങ്ങിയിട്ടില്ല, പക്ഷെ ഡോറ് തട്ടി വിളിക്കാൻ അവനെ കൊണ്ട് പറ്റുന്നില്ല. നെക്സ്റ്റ് ഡേ ഓഫീസിൽ ഇതിനെ കുറിച്ചാണ് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജുന്ന് വരുന്നുണ്ട്. എന്താടാ നിനക്ക് പറ്റിയത്, എല്ലാവരും പോയി, നീ മാത്രം എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, എന്തിനാ നേരത്തെ വീട്ടിലേക്ക് പോയിട്ട്, എനിക്കിപ്പോ നൈറ്റ് ഒന്നും മര്യാദയ്ക്ക് ഉറങ്ങാനേ പറ്റുന്നില്ലെന്ന് പറയും. എന്താ കാര്യം, നീ പറയെന്ന് ചോദിച്ചാല് എന്നോട് ദേഷ്യത്തിലാണെന്ന് അവൻ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. ഞാൻ എന്താ തെറ്റ് ചെയ്തതെന്ന് പോലും എനിക്ക് അറിയില്ല, ആ ഒരു ചെറിയ പ്രശ്നം വലുതായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞതും ഇത് കേട്ട ജുന്നും, ക്യുൻഹെ, നീ ഇത് വിചാരിക്കുന്ന പോലെ ലോ അല്ല, അവളുടെ ഫീലിങ്സും നീ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേ, അത് മനസ്സിലാക്കാൻ ട്രൈ ചെയ്താൽ എല്ലാം ശരിയാകുമെന്ന് പറയും. എന്നാലും ഇതൊന്നും ഇവന്റെ മണ്ടയിലേക്ക് കേറുന്ന പോലെയില്ല. എന്നാലും എനിക്ക് ഇത്ര നേരം വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, അവളോട് പോയി ചോദിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് അവൻ പോകാൻ തുടങ്ങിയതും ജിൻ അവനെ പെട്ടെന്ന് തടഞ്ഞു വെച്ച്, നോക്ക്, നിന്റെ എടുത്തുചാട്ടമാണ് എല്ലാത്തിനും കാരണം, നീ ചിന്തിക്കുന്ന പോലെ എല്ലാം നടക്കണമെന്ന് വിചാരിച്ചാല് അത് നടക്കത്തേയില്ല. അതുകൊണ്ട് നീ നന്നായിട്ട് ചിന്തിക്ക്, കുറച്ചു നാളത്തേക്ക് നീ നിന്റെ വില്ലയിൽ പോയി ഒന്ന് ആലോചിക്ക്, എന്നിട്ട് നല്ലൊരു തീരുമാനമെടുക്കുന്ന പറയാണ്. കട്ട് ചെയ്താല് നെക്സ്റ്റ് മുതൽ ഓഫീസില് പാവം ബൂ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട്. ഡെവിൽ കിണിയെ തിരികെ വന്നോടാ എന്ന് യൂഫെ ചോദിച്ചാല്, യൂഫെ, 19 തവണ ഞാൻ ഈ കേസ് റിവേഴ്സ് ചെയ്ത് കൊടുത്തു, അവർക്ക് എന്താടാ പറ്റിയതെന്ന് അവൻ കരയാൻ തുടങ്ങി. ഇവിടെ ഹീറോയിനും അവളുടെ ഓഫീസിലേക്ക് വന്ന് അവളുടെ കേസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവൾക്ക് പുതിയൊരു കേസ് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണ്. ഒരു വലിയ കമ്പനിയുടെ ഓണർ മരിച്ചുപോയി. ഇപ്പൊ അത് കഴിഞ്ഞ ആ കമ്പനിയെ അവരുടെ വൈഫ് ഏറ്റെടുത്ത് നടത്താമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇവരുടെ മദർ ഇൻ ലോയ്ക്ക് അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. അതും കൂടാതെ ഈ മദർ ഇൻ ലോയുടെ ലോയർ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഹീറോയാണ്. ഇപ്പൊ ഹീറോയിനും എതിർ ലോയേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതറിഞ്ഞ ഹീറോയും അവളെ കാണാനായിട്ട് വരുന്നുണ്ട്. ഈ കേസ് നീയാണോ എടുക്കാൻ പോകുന്നേ, ദയവ് ചെയ്ത് എടുക്കണ്ടെന്ന് അവൻ പറഞ്ഞാലും അവള് കേൾക്കുന്നില്ല. നിങ്ങളുടെ ഗേൾഫ്രണ്ട് മാത്രമല്ല ഞാൻ ഒരു ലോയറും കൂടിയാണ്,
ഈ പ്രൊഫഷനിൽ ഇതൊക്കെ സാധാരണമല്ലേ. എന്തായിരുന്നാലും ഫേസ് ചെയ്തല്ലേ മതിയാകൂ. ഇപ്പോഴും നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ സംസാരിക്കാതെ എന്ന് പറഞ്ഞിട്ട് അവള് പിണങ്ങിപ്പോയി. ഇപ്പോ ഈ അവസ്ഥയിൽ നിൽക്കുന്ന ഹീറോയും ശരി രാത്രി വീട്ടിൽ വന്ന് അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കാമെന്ന് പറഞ്ഞ് ബൊക്കയുമായിട്ട് വരുന്നുണ്ട്. അപ്പോ നമ്മുടെ ബൂ കോൾ ചെയ്യുന്നുണ്ട്. ബോസ്, നിങ്ങളുടെ എതിർ ലോയർ ആയിട്ട് യു അല്ലേ ഉള്ളത്, ഈ കേസ് നമുക്ക് വേണ്ട, അത് വിട്ടേക്കെന്ന് പറഞ്ഞാല് എന്തിനു വിട്ടുകളയണം, അതിന്റെ ഒന്നും ആവശ്യമില്ല, എന്റെ കൂടെ നീ ഇന്ന് ഓവർ ടൈം ചെയ്യണം, വാ എന്ന് പറഞ്ഞ് അവൻ തിരികെ പോകുവാണ്. ഇവിടെ ഹീറോയിനും അവരോട് കുറച്ച് ഹാർഷായിട്ട് സംസാരിച്ച് പോയോ എന്ന് കുറച്ച് ഫീൽ ആകുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോയിനും അവളുടെ ഫ്രണ്ടിനെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ സീനിയർ കോൾ ചെയ്യുന്നത്. നമ്മുടെ ഹീറോയിന്റെ ക്ലയന്റ് സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു, ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞ്. ഇത് കേട്ട് അടുത്ത സെക്കൻഡിലെ ഓടി അവള് കാണാനായിട്ട് വരുന്നുണ്ട്. ഇന്ന് അവരുടെ ഭർത്താവിന്റെ ബർത്ത്ഡേ ആണ്. സോ വളരെ സന്തോഷത്തോടെയാണ് അവരുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം അവരെ നഷ്ടമായി പോയതെന്ന് ഓർത്ത് വിഷമത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം അവർ ചെയ്തു പോയത്. ഇതൊക്കെ കേട്ട ഹീറോയിനും നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ എന്തിനു വേണ്ടിയാണ് ആ കമ്പനി നിങ്ങൾക്ക് തന്നെ വേണമെന്ന് വിചാരിക്കുന്നതെന്ന് ചോദിച്ചാല് ഇവര് ഭാര്യയും ഭർത്താവും രണ്ടുപേരും കഷ്ടപ്പെട്ടിട്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ കമ്പനി ഈ പൊസിഷനിലേക്ക് കയറ്റി കൊണ്ടുവന്നത്. എന്റെ മദർ ഇൻ ലോയുമായിട്ട് നല്ലൊരു റിലേഷനിലായിരിക്കണം എന്നാണ് ഞാനും വിചാരിക്കുന്നത്. അങ്ങനെ അവരെ അത് ഏൽപ്പിച്ചാലും കുറച്ചായി അവരതിന്റെ ഷെയർസ് ഒക്കെ വിറ്റ് നശിപ്പിക്കും. പിന്നെ ഈ ബിസിനസ് ഫീൽഡിലും അവർക്ക് കാര്യമായിട്ടുള്ള അത്രയും നോളജ് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞതും ഇത് ഹീറോയിനും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ എവിഡൻസിനായി ഇവരുടെ ഹസ്ബൻഡ് എങ്ങനെയാണ് മരിച്ചതെന്ന് കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങുവാണ്. അതേസമയം ഇവിടെ ജുന് നമ്മുടെ ചെങ്ഷിയെ ജുൻഹെയുടെ പാർട്ണർ ആക്കി കഴിഞ്ഞു. വളരെ സന്തോഷത്തോടെ അവളുടെ ക്യാബിൽ അവളെ വിളിച്ചുകൊണ്ട് വന്ന് ഇരുത്തുന്നുണ്ട്. അപ്പോ കറക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഹീറോ കയറി വരുന്നത്. ഹീറോയെ കണ്ടതും എല്ലാവരും പതറി അടിച്ച് ഓടുവാണ്. ഇത് കണ്ട ചെങ്ഷിയും എന്താ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചാല് ഹീറോയിനും തല്ലുപിടിച്ചിരിക്കുവാണല്ലോ, സോ ആരെങ്കിലും കയ്യിൽ കിട്ടിയാൽ അവൻ പൊരിച്ചെടുക്കും, അതുകൊണ്ടാണ് എല്ലാവരും പേടിക്കുന്നതെന്ന് പറയാണ്. ഇത് കേട്ട ചെങ്ഷിയും നേരെ ഹീറോയെ മീറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ബിസിനസ് ട്രിപ്പ് പോകുന്നത് കൊണ്ട് പട്ടിക്കുട്ടിയെ നോക്കാൻ ആരുമില്ല. സോ എനിക്ക് വേണ്ടി കുറച്ച് ദിവസത്തേക്ക് നീ നോക്കാമോ എന്ന് പറഞ്ഞു കൊടുത്താല് ശരി എനിക്ക് പറ്റുന്ന പോലെ ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് അവനും വാങ്ങി വെക്കുവാണ്. അപ്പോ അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഹീറോയിൻ വിളിക്കുന്നുണ്ട്. അവള് വിളിച്ച സന്തോഷത്തില് വളരെ ഹാപ്പി ആയിട്ട് മീറ്റ് ചെയ്യാൻ വന്നാല് അവളെ കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോ നീ എന്നെ കേസിന് വേണ്ടിയാണോ വിളിച്ചതെന്ന് ചോദിച്ചാല് പിന്നെ അല്ലാതെ എന്തിനു വേണ്ടിയാ വിളിച്ചിരിക്കുന്നതെന്ന് അവള് കേസിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കാൻ തുടങ്ങുന്നത്. പാവം ഹീറോയുടെ മുഖമൊക്കെ മാറിപ്പോകുന്നുണ്ട്. ഇപ്പോ ഹീറോയിനും ആക്ച്വലി ആ വൈഫ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ബാഡ് അല്ല, ഞാൻ മൊത്തത്തിലെല്ലാം അന്വേഷിച്ചു, അവരുടെ ഹസ്ബൻഡ് ആക്സിഡന്റിൽ മരിച്ചു പോയ വീഡിയോ പോലും എനിക്ക് എവിഡൻസ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. സോ നിങ്ങളും ഇത് വിശ്വസിച്ചേ പറ്റുമെന്ന് പറഞ്ഞാല് ഹീറോ കേൾക്കുന്നില്ല. നമ്മൾ അവര് പറയുന്ന കഥയൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അവര് പറയുന്ന ഡിമാൻഡ് എന്താണോ അത് ചെയ്തു കൊടുക്കുന്നത് കൂടാതെ അവരുമായിട്ട് അറ്റാച്ച്ഡ് ആകേണ്ട കാര്യമില്ലെന്ന് അവൻ പറയാണ്. കൂടെ ഈ മാരേജ് എന്ന് വന്നാല് അതിൽ നിറയെ ഡിമാൻഡ്സ് ഉണ്ടാകും. അതിനുള്ളില് ഈ ലവ് ഒന്നും അല്ലാതായി പോകുമെന്ന പോലെ പറഞ്ഞതും ഒരിക്കലല്ല, അങ്ങനെയല്ല. മാരേജ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അത് ലവിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു വഴി കൂടിയാണ്. അവരിൽ ഒരാൾ ഇപ്പോൾ ഇല്ലെങ്കിലും ആ ലവ് ഇതുവരെ പോയിട്ടില്ല, ഇപ്പോഴും അത് അവരുടെ കൂടെ തന്നെയുണ്ട്. ഇനി അത് പോകാനും പോകുന്നില്ലെന്ന് ഹീറോയിൻ വളരെ ഫീൽ ആയിട്ട് പറഞ്ഞതും ഇത് ഹീറോയ്ക്ക് മനസ്സിലായത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഹീറോയും ഈ കേസായിട്ട് കൊണ്ടുപോകാതെ പറഞ്ഞ് സമാധാനിപ്പിക്കാം എന്ന പോലെ പറയുന്നുണ്ട്. ഇത് കണ്ടത് ഹീറോയിന് വളരെ സന്തോഷമാകും. അതനുസരിച്ച് രണ്ടുപേരുടെയും ക്ലയന്റിനെ മീറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. വിചാരിച്ച പോലെ ഇവര് മരുമകളും അമ്മായിയമ്മയും തമ്മിൽ അങ്ങനെ പോരൊന്നുമില്ല, നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഉള്ളത്. മരുമകളെ കണ്ടതും കരഞ്ഞുകൊണ്ടേ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് അമ്മായിയമ്മ. ഇവരെ അകത്ത് സംസാരിക്കാൻ വിട്ടിട്ട് ഇവര് രണ്ടുപേരും പുറത്തിറങ്ങി നിൽക്കുവാണ്. അങ്ങനെ ഇവര് സംസാരിച്ചു കഴിഞ്ഞതും രണ്ടുപേരും അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഞാനാണ് ഇവളെ തെറ്റിദ്ധരിച്ചത്, എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് തന്ന് കണ്ണ് തുറപ്പിച്ചതില് വളരെ താങ്ക് യു മോനെ എന്ന് പറഞ്ഞ് ആ അമ്മ ഹീറോയോട് താങ്ക്സ് പറയുന്നുണ്ട്. രണ്ടുപേരും പറഞ്ഞ് സമാധാനമായതുകൊണ്ട് ഈ കേസിന് വേണ്ട പിൻവലിക്കുകയാണെന്ന് പറഞ്ഞ് രണ്ടുപേരും ഒപ്പെഴുതി കൊടുക്കുവാണ്. സോ ആ കേസ് വളരെ ഹാപ്പി ആയിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നതും വളരെ ഹാപ്പിയിലാണ് നമ്മുടെ ഹീറോയിനുള്ളത്. പക്ഷെ ഹീറോയുടെ മുഖം മാത്രം എന്തോ പോലെ ഇരിക്കുന്നത് കണ്ട് ശരിയെന്നാ ഞാൻ പോകുവാണെന്ന് പറഞ്ഞിട്ട് അവളും പോകാനായിട്ട് തുടങ്ങിയതും അവൻ പെട്ടെന്ന് അവളുടെ കയ്യിലേക്ക് പിടിച്ചു നിർത്തി. യുയു, ഞാൻ ഇപ്പോ വരെ വളരെ റിഫ്ലക്റ്റീവ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ആക്ച്വലി ഞാൻ ചെയ്ത മാരേജ് കേസ് ആയാലും എന്തായാലും അടിയിലേ അവസാനിച്ചിട്ടുള്ളൂ. ഇതേപോലെ നല്ലപോലെ സമാധാനത്തിൽ സംസാരിച്ച് തീർപ്പാക്കിയിട്ടുള്ളത് ഇതാദ്യമായിട്ടാണ്. നിന്നെ ഞാൻ കുറച്ച് മുൻപേ മീറ്റ് ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ റെസ്പെക്റ്റും കല്യാണത്തിനെ കുറിച്ച് നല്ലൊരു അറിവും എനിക്ക് ഉണ്ടായിരുന്നേനെ. ഈ കേസ് എനിക്കൊരു നല്ല പാഠമാണ് തന്നത്. എന്നോട് ക്ഷമിക്കുകയോ എന്ന് അവൻ എല്ലാത്തിനും വളരെ ബോൾഡായിട്ട് സോറി ചോദിക്കുന്നുണ്ട്. നീ സത്യമായും ഞാൻ വിചാരിച്ചതിലും ഫാസ്റ്റ് ആയിട്ടാണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നിന്നെ ഓർത്ത് ഞാൻ വളരെ പ്രൗഡായിട്ട് ഫീൽ ആകുന്നുണ്ട്. എനിക്ക് നല്ലൊരു സ്ട്രോങ് എതിരാളിയായിരിക്കും നീ. അങ്ങനെയാണ് ഫ്യൂച്ചറിൽ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞതും ഈ വാക്കുകൾ കേട്ട ഹീറോയിനും അവളുടെ ദേഷ്യവും പിണക്കവും ഒക്കെ കാറ്റിൽ പറന്നു പോകുന്നുണ്ട്. അവൾ വളരെ സന്തോഷത്തോടെ അവന്റെ കയ്യിലേക്ക് കോർത്ത് പിടിച്ച് രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് നടന്നു പോകുവാണ്. കട്ട് ചെയ്താല് കുറച്ച് ദിവസം കഴിഞ്ഞ് വീട്ടിലാണ് കാണിക്കുന്നത്. ഹീറോയും ഇപ്പോ യുയുവിന്റെ അടുത്തേക്ക് തിരികെ വന്നു. പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കിയല്ലോ. സോ ഹീറോ ഇപ്പോ ഒരു ലോങ് ലീവ് എടുത്തിരിക്കുവാണ്. നമ്മൾ രണ്ടുപേരും വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ പോകുവാണെന്ന് പറഞ്ഞ് ഹഗ് ചെയ്യുന്നുണ്ട്. അവൻ അവൾക്ക് വേണ്ടി കുക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ ഡോങ്മിനെ കാണിക്കുന്നത്. അവൻ എപ്പോഴത്തെയും പോലെയും ഇവന്റെ ബോസിനെ സോപ്പിട്ടുകൊണ്ടിരിക്കുമായിരിക്കും. ഗോൾഡൻ സ്കെയിൽ അവാർഡ് എന്ന് പറഞ്ഞ ഒന്ന് നടക്കാൻ പോകുന്നുണ്ട്. അതിൽ ഇത്തവണ ഏത് ലോ ഓഫീസ് ആയിരിക്കും വിൻ ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ ഗസ് എന്താണെന്ന് ചോദിച്ചാല് എനിക്കെന്തോ ആ ക്യുൻഹയുടെ ഓഫീസാണ് വിൻ ചെയ്യാൻ പോകുന്നതെന്നാ തോന്നുന്നത്. കാരണം അവനിപ്പോ മുന്നത്തെ പോലെയല്ല, അവന്റെ റൂഡ് സ്വഭാവമൊക്കെ മാറ്റി വെച്ച് ഇപ്പൊ വളരെ ജെന്റിലായി. അതുമല്ല ഇപ്പൊ ലാസ്റ്റ് വന്ന ഒരു കേസ് പോലും പറഞ്ഞ് സമാധാനിപ്പിച്ചൊക്കെ തീർപ്പാക്കി വിട്ടിട്ടുണ്ട്. അത് മാത്രമല്ല ചെങ്ഷി എന്നൊരു ലോയർ പെണ്ണും ഇപ്പൊ അവരുടെ ഓഫീസിൽ വന്ന് ജോയിൻ ചെയ്തിരിക്കുകയാണല്ലോ. സോ അവർക്ക് കിട്ടാനും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞതും ഇവൻ ഇത് കേട്ട് വളരെ ടെൻഷൻ ആകുന്നുണ്ട്. നേരെ ഓഫീസിലേക്ക് വന്നവൻ ഒരു റിപ്പോർട്ടറെ കോൾ ചെയ്ത് ഈ ഗോൾഡൻ സ്കെയിൽ അവാർഡിന്റെ വിന്നർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ, അവരെ കുറിച്ചൊരു ഹോട്ട് ടോപ്പിക് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോകുവാണ്, ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. കട്ട് ചെയ്താല് അവൻ പ്ലാൻ ചെയ്ത പോലെയൊക്കെ ചെയ്തു കഴിഞ്ഞെന്നാ തോന്നുന്നത്. എന്താ എല്ലാവരും നമ്മളെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് ജുൻ ചോദിച്ചാല് ക്യുൻഹെ സാർ ഇപ്പോൾ ലോങ് ലീവിലാണല്ലോ ഉള്ളത്, അവര് റിട്ടയർ ആകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. അതുമല്ല ചിലവര് അവരെന്തോ ക്രൈം ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനാ ശ്രമിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നില് ഡോങ്മിനാണെന്ന് ചെങ്ഷിക്ക് അറിയാം. സോ ക്യുൻഹേക്ക് ആ ഗോൾഡൻ സ്കെയിൽ അവാർഡ് കിട്ടാതിരിക്കാൻ വേണ്ടി എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്യാനാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അവൻ റീസെന്റ് ഒരു TV ചാനലിൽ ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഹീറോയിനും ആ ഡോങ്മിന്റെ ഇന്റർവ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആ അവാർഡ് ഓൾറെഡി തന്നെ 2 തവണ കിട്ടിയിട്ടുണ്ട്. സോ എന്റെ കഴിവിനെ കുറിച്ച് എനിക്കറിയാമെന്നൊക്കെ അവൻ ഭയങ്കരമായിട്ട് തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഹീറോ വരുന്നുണ്ട്. ഈ ഡോമിൻ കുറച്ച് ഓവറായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ളവരൊക്കെ എന്തിനാ ഇവര് ഷോയിലേക്ക് വിളിച്ചു വരുത്തുന്നതെന്ന് അവളെ ടെൻഷൻ ആകാനായിട്ട് തുടങ്ങി. ഹീറോ ഇത് കേട്ട് അത് വിട്ടുകളാ, മൈൻഡ് ആക്കണ്ട, അവൻ എന്തേലും ചെയ്തിട്ട് പോട്ടെ, ഒന്നിനും അവന്റെ കയ്യില് എവിഡൻസ് ഇല്ലല്ലോ എന്ന പോലെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഹീറോയിൻ അതങ്ങനെ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഹീറോയിനും ജുന്നും ആ TV പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസറെ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. നോക്ക് സാർ, ക്യുൻഹി ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇതൊക്കെ കള്ളാണ്, അയാൾ അടിച്ചുവിടുന്നതാണെന്ന് ജുൻ പറയും. ഹീറോയിനും ആ ഡോങ്മിൻ ഫോർജർ ചെയ്തതിന്റെ പ്രൂഫ് എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുവാണ്. ശരിയാണ്, നിങ്ങളൊക്കെ പറയുന്നത് ഞാനും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു വെറൈറ്റി ഷോ ആണ്, ഞങ്ങൾക്കും ഹോട്ട് ടോപ്പിക്സ് ആണ് ആവശ്യം. ഇനി അതല്ല ക്യുൻഹെ ഇവിടേക്ക് നേരിട്ട് വരുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞതും നോക്കിയാല് ഹീറോ തന്നെ അവിടേക്ക് വരുന്നുണ്ട്. ഇപ്പോ ഇവർക്ക് ഡബിൾ ഹോട്ട് ടോപ്പിക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് പ്രോഗ്രാം ഹീറോയ്ക്കും ഡോങ്മിനും വെച്ചാണ് ഇവർ നടത്താൻ പോകുന്നത്. സോ അതിനു വേണ്ടിയുള്ള ഡോക്യുമെന്റിലും കോൺട്രാക്റ്റിലും ഒക്കെ സൈൻ ചെയ്ത് വാങ്ങിക്കുന്നുണ്ട്. കട്ട് ചെയ്താല് ആ ഷോയുടെ പ്രൊമോ ഷൂട്ടിന് വേണ്ടി ഹീറോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ടച്ചപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എനിക്ക് മേക്കപ്പ് തീരെ സെറ്റ് ആകുന്നില്ലെന്ന് ഹീറോ പറയാൻ തുടങ്ങി. ഹീറോയിൻ ഇത് കേട്ട് ഇവരെങ്ങനെയാണ്, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞ ആ ലേഡിയെ പറഞ്ഞയച്ച് അവള് മേക്കപ്പ് ഇടാനായിട്ട് തുടങ്ങിയതും ഇവൻ അതിന് സമ്മതിക്കുന്നില്ല. വേണ്ട വേണ്ട, ഞാൻ ഓക്കെയാണ്, ഞാൻ പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് അവർ രണ്ടുപേരും തല്ല് പിടിക്കാൻ തുടങ്ങിയതും സെറ്റ് റെഡിയാ എന്ന് പറഞ്ഞ് വിളിച്ചു പറയുകയാണ്. സോ ഹീറോയും വളരെ കൂളായിട്ട് ചെന്ന് ഷൂട്ടിംഗ് നടത്തുന്നുണ്ട്. ഇത് മാറി നിന്ന് കാണുന്ന ഡോങ്മിനും വളരെയധികം കത്തിക്കേറുന്നുണ്ട്. ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാമേട എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇവിടെ ഓഫീസില് ഹീറോ ചെയ്ത ആ പ്രൊമോ ക്ലിപ്പ് കണ്ട് എല്ലാവരും മലറി വിളിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീറോ വന്നതും അവനെ പോലെ ആക്ട് ചെയ്ത് ഇവര് കളിയാക്കുന്നുണ്ട്. കിട്ടിയ ഗ്യാപ്പില് യൂഫയും ബൂവും ബോസിനെ നല്ലപോലെ ടീസ് ചെയ്യുവാണ്. ഇവരിങ്ങനെ ഇത്രയ്ക്ക് സന്തോഷമായിരുന്നാല് എന്തായാലും ഒരു ഇടംകോലും വരേണ്ടതാണല്ലോ. സോ അത് വന്നു കഴിഞ്ഞു. ഡോങ്മിൻ പുതിയൊരു റൂമേഴ്സ് ഇറക്കി വിട്ടിരിക്കുകയാണ്. ഇപ്പോ ചെങ്ഷി പുതിയതായിട്ട് കമ്പനിയിൽ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. സോ ചെങ്ഷിക്കും ഹീറോയ്ക്കും എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന പോലെ പടർത്തി വിട്ടിരിക്കുകയാണ്. ഇത് കണ്ടത് ഹീറോയ്ക്ക് നല്ല കലിയാകുന്നുണ്ട്. അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കോ, എന്റെ കൺമുമ്പിൽ എങ്ങാനും അവൻ വന്ന് പെട്ടാല് അവന്റെ അവസാനാണെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ടെൻഷൻ ആയതും നമ്മുടെ ഹീറോയിനും ആ ഡോങ്മിൻ എത്ര കിട്ടിയാലും മതിയാവില്ല. ഇത്ര നാളും ഇവൻ ഇതേ ട്രിക്ക് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ എന്തെങ്കിലുമൊക്കെ പണി കൊടുത്തേ പറ്റൂ. നിക്ക്, ഞാൻ ചേച്ചിയെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൻ ഫോൺ എടുക്കുവാണ്. അതേസമയം ഇവിടെ ചെങ്ഷിയെ കാണിച്ചാല് അവൾ ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുമായിരിക്കും. അവളെ തേടിയപ്പോ ജുൻ വരുന്നുണ്ട്. ഇവര് രണ്ടുപേരും ഈ വിഷയം അത്രയ്ക്കും കാര്യമാക്കി എടുത്തിട്ടില്ല. നീ എന്റെ അടുത്തുള്ളവരെയും എനിക്ക് യാതൊരു പേടിയില്ലെന്ന് ജുൻ പറയാണ്. എനിക്കും അങ്ങനെ തന്നെയാണെന്ന് അവള് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഹീറോയിൻ കോൾ ചെയ്യും. അയ്യോ, ഇത്ര നാള് കഴിഞ്ഞിട്ടും അവൻ എന്നെ ബുള്ളി ചെയ്യുന്നത് നിർത്തിയിട്ടില്ല. ഇത്ര നാള് ഞാൻ തനിച്ചായിരുന്നത് കൊണ്ടാണ് വെറുതെ വിട്ടത്.
സോ ഇനി എനിക്ക് നോക്കാനില്ല. അവന് ഡിസർവ് ചെയ്യുന്നത് എന്താണോ അത് ഞാൻ കൊടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞതും കൂടെ നമ്മുടെ ജുന്നും, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ഓൾറെഡി തന്നെ യൂഫയെയും പൂവിനെയും എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ട് വിട്ടിട്ടുണ്ട്. അവന് വലിയൊരു പണി കൊടുത്തേ പറ്റുമെന്ന് പറയാണ്. കട്ട് ചെയ്താല് കാത്തിരുന്ന ആ ഷോയും അറ്റൻഡ് ചെയ്യാനായിട്ട് ഹീറോ വന്നു കഴിഞ്ഞു. ഹീറോയിനും അവന് വേണ്ടി ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞയക്കുന്നുണ്ട്. ഇപ്പൊ ആ ഷോയും സ്റ്റാർട്ടായി. ഹീറോയ്ക്ക് സപ്പോർട്ടായി നമ്മുടെ ആളുകൾ എല്ലാവരും ഉണ്ട്. ഫസ്റ്റ് തന്നെ ആ ഡോങ്മിനെയാണ് വിളിക്കുന്നത്. ഇവൻ ക്യാഷ് കൊടുത്ത് നിറയെ പേര് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. എല്ലാവരും ഇവന് വേണ്ടി ആർപ്പ് വിളിക്കുന്നുണ്ട്. സോ അടുത്തതായിട്ട് നമ്മുടെ ഹീറോയും വന്നു കഴിഞ്ഞു. ഇപ്പോ ഇവര് രണ്ടുപേരും പ്രൊഫഷണൽ ആയിട്ട് എങ്ങനെയാണ് കേസ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് അതാണ് നോക്കാൻ പോകുന്നത്. സോ ഒരു ഡിവോഴ്സ് കേസാണ് വന്നിട്ടുള്ളത്. ഭാര്യയും ഭർത്താവും തമ്മിൽ ബ്ലെയിം ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഡോങ്മിൻ ആ ലേഡിയുടെ അടുത്തേക്ക് വന്ന്, ഞാൻ നിങ്ങളുടെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യൂ, കാരണം ലവും മാരേജും വേറെ വേറെയാണ്, രണ്ടിലും അണ്ടർസ്റ്റാൻഡിംഗും മുഖ്യമാണെന്ന് പറഞ്ഞ് ഭർത്താവിന്റെ സൈഡിൽ ചെന്ന് നിൽക്കും. പക്ഷെ നമ്മുടെ ഹീറോ സ്മാർട്ട് ആയതുകൊണ്ട് ഭാര്യയായ നിങ്ങളുടെ ഭാഗത്താണ് ഞാൻ നിൽക്കും. നിങ്ങളുടെ ലോയറായി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഡിമാൻഡ് ചെയ്യൂ, കേസ് ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞതും എനിക്ക് ഇയാളെ ഡിവോഴ്സ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ടെന്ന് പറയും. ഇത് കേട്ട ഭർത്താവ് ടെൻഷനായി അവരടിക്കാനായിട്ട് എഴുന്നേറ്റ് വരുന്നുണ്ട്. ഡോങ്മിൻ അയാളെ പിടിച്ചിരുത്തി ഇപ്പോ ഹീറോയുടെ അടുത്തേക്ക് വന്ന്, നിങ്ങൾ എന്തിന് രണ്ടുപേരെയും പിരിക്കാനായിട്ട് ശ്രമിക്കുന്നേ, രണ്ടുപേരെയും ചേർത്ത് വെക്കാനല്ലേ നോക്കേണ്ടതെന്ന് ചോദിച്ചാല്, ഒരു ടോക്സിക് അൺഹെൽത്തി റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നതിൽ നല്ലത് പിരിഞ്ഞു പോകുന്നത് തന്നെയാണ്. ഇത് അവരുടെ ലൈഫാണ്, അവരോട് പിരിഞ്ഞു പോകരുതെന്ന് പറയാൻ നിങ്ങൾക്ക് യാതൊരു അധികാരമില്ലെന്ന് പറഞ്ഞതും ക്യുൻഹെ നിങ്ങളാണ് റൈറ്റ് എന്ന് നമ്മുടെ ഹീറോയ്ക്ക് ഫാൻസ് കൂടി വരുന്നുണ്ട്. നാണം കെട്ട് ഡോങ്മിനും ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കാമെന്ന് പറഞ്ഞ് മാറിപ്പോകാൻ നോക്കിയാല്, നിനക്ക് ഇവിടം കൊണ്ടൊന്നും തീർന്നില്ലെന്ന് പറഞ്ഞ് നമ്മുടെ ചെങ്ഷി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതാണിപ്പോ മൊത്തത്തിൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് നോക്കിയാല് ചെങ്ഷി ഒരു വീഡിയോ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഞാനാണ് ചെങ്ഷി, ഡോങ്മിന്റെ എക്സ് വൈഫാണ്, എന്നെ പറ്റിയാണ് റീസെന്റ് ഇപ്പൊ നിറയെ റൂമേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതിനെല്ലാം മറുപടി കൊടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഡോങ്മിൻ വേറൊരു പെണ്ണുമായി റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ് ഡിവോഴ്സ് ചെയ്തത്. അതിനുശേഷവും അയാളെ എന്നെ വെറുതെ വിട്ടില്ല, ഹറാസ് ചെയ്യാൻ തുടങ്ങി. കൂടെ വളരെ മോശമായി ബ്ലാക്ക് മെയിൽ ചെയ്തെന്ന് പറഞ്ഞ് അന്ന് ഡോങ്മിൻ ഇവളെ റേപ്പ് ചെയ്യാനായിട്ട് നോക്കിയില്ലേ, ആ CCTV ഫൂട്ടേജും അവൾ റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെ നടന്നതിന്റെ കൂടെ എന്റെ കറന്റ് ബോയ് ഫ്രണ്ട് ആയ ജുന്നിനെയും ചേർത്ത് നാണം കെടുത്താനായിട്ട് നോക്കുവാണെന്ന് പറഞ്ഞ് അവന്റെ മേലെ ഒരു കേസും അവളിപ്പോ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാണുന്ന ഡോങ്മിനും ഇപ്പൊ പ്രാന്തായി അലറാനായിട്ട് തുടങ്ങി. ഓഡിയൻസിനും ഇപ്പൊ ഇവന്റെ തനി നിറം മനസ്സിലായല്ലോ. അതുകൊണ്ട് അവരെല്ലാവരും ബഹളം കൂട്ടി ഇവൻ അവിടെ നിന്ന് നാണം കെടുത്തി ഓടിച്ചു വിടുവാണ്. തല താഴ്ത്തി അവനും അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. ഇപ്പോ പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നതും വാവ്, എല്ലാം നല്ല പോലെ അവസാനിച്ചു, ഇത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്തേ പറ്റുമെന്ന് ബൂ പറഞ്ഞതും, നിങ്ങൾ രണ്ടുപേരും തനിച്ച് സെലിബ്രേറ്റ് ചെയ്താൽ മതി, ഞങ്ങൾ അതിന്റെ ഇടയിൽ വരുന്നില്ലെന്ന് പറഞ്ഞ് ഇവര് ബൂവിനെയും പിടിച്ചു വലിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പോ ഹീറോ പുറത്തേക്ക് വന്നാല് റിപ്പോർട്ടേഴ്സ് എല്ലാവരും പിടിച്ചു നിർത്തി ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് തുടങ്ങി. നിങ്ങൾ എന്ത് മറുപടിയാണ് ആ ഡോങ്മിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാല്, അവൻ എന്ത് ചെയ്താലും എന്നെ അത് ബാധിക്കാൻ പോകുന്നില്ല, പക്ഷെ എന്തായിരുന്നാലും ശരിയായത് തെളിയിക്കണമെന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. അവര് പറഞ്ഞതും കറക്റ്റാണ്, എന്നാലേ അവൻ ഈ തെറ്റ് വീണ്ടും ചെയ്യാതിരിക്കൂ. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനും ഇത് ചെയ്തത്. സോ അവനൊരു മറുപടിയും എനിക്ക് കൊടുക്കാനില്ലെന്ന പോലെ അവ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. സോ ഹീറോയിനും അവനെ നോക്കി, ഞാൻ താഴെ വെയിറ്റ് ചെയ്യാം, വേഗം ബായ് എന്ന് പറഞ്ഞ് സിഗ്നൽ കൊടുത്തിട്ട് പോയതും ഇത് കണ്ട ഹീറോയും ഞാൻ പോകുവാണെന്ന് പറഞ്ഞ് ഹീറോയിന്റെ പിന്നാലെ ഓടുന്നുണ്ട്. ഇവിടെ അതേസമയം വളരെ സന്തോഷത്തില് ഇറങ്ങി വരുന്ന നമ്മുടെ ജുന്നിനെയും ചെങ്ഷിയാണ് കാണിക്കുന്നത്. അപ്പോ ചെങ്ഷി പെട്ടെന്ന് ജുന്നിനെ പിടിച്ച് കിസ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. വളരെ സന്തോഷത്തോടെ ഈ കപ്പിൾ ഇങ്ങനെ കൈകോർത്ത് പിടിച്ച് നടന്നു പോകുന്നത് കണ്ട് നമ്മുടെ ഹീറോയിനും വളരെ സന്തോഷമാകുന്നുണ്ട്. ആ ടൈം കറക്റ്റ് ആയിട്ട് ഹീറോ വരുന്നുണ്ട്. അവൻ അവളെ നോക്കി, നിന്നെ കാണുന്നത് വരെ എന്റെ ലൈഫിൽ ഞാൻ കല്യാണം കഴിക്കില്ല എന്നാണ് തീരുമാനിച്ചിരുന്നത്, പക്ഷെ ഇപ്പോ എല്ലാം മാറിപ്പോയി, നീയാണ് എനിക്കെല്ലാം, നീ എന്റെ ലൈഫിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് ചെറുതല്ല. ആക്ച്വലി ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്നാല്, ഇനി മുതൽ എപ്പോഴും എനിക്ക് നിന്റെ കൂടെ തന്നെ ഉണ്ടാകണം. അതുകൊണ്ട് യുയു ഞാൻ കെഞ്ചി ചോദിക്കുവാണ്, നീ എന്റെ ലൈഫ് പാർട്ണറായിട്ട് വരാമോ എന്ന് കൈ നീട്ടിയതും ഹീറോയിൻ ചിരിച്ചിട്ട് അവനെ പിടിച്ച് കിസ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ഹീറോയിന് വളരെ സന്തോഷമാകുന്നുണ്ട്. ആ സന്തോഷത്തോടെ രണ്ടുപേരും ടൈറ്റ് ആയിട്ട് ഹഗ് ചെയ്യുവാണ്. സോ ഇപ്പൊ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഒരു ചെറിയ കുട്ടിയെയും കാണിക്കുന്നുണ്ട്. ചെങ് നീ ഒരു ഓർഫൻ ആണെന്ന് പറഞ്ഞ് രണ്ട് കുട്ടികൾ വന്ന് ഇവനെ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ചെങ് പറയും, അനാഥ എന്നത് 18 വയസ്സിന് ശേഷം അവർക്ക് പാരന്റ്സ് ഇല്ലാതിരിക്കുമ്പോഴാണ്,
പക്ഷെ എനിക്ക് ബയോളജിക്കലി പാരന്റ്സ് ഉണ്ടല്ലോ, ഞാൻ ഓർഫൺ അല്ലെന്ന് അവൻ പറയാണ്. എന്നാലും ഈ കുരുപ്പുകൾ സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഇല്ല, നീ കള്ളം പറയുന്നതാ, കള്ളം പറയുന്ന നിന്റെ കൂടെ ഞങ്ങൾ കളിക്കാൻ വരില്ലെന്ന് പറഞ്ഞ് പിണങ്ങിപ്പോയതും ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. മക്കളെ, നിങ്ങൾ ചെങ്ങിന്റെ ബുക്ക് മോഷ്ടിച്ചിരിക്കുകയാണ്. ഇതില് നിയമം അനുസരിച്ച് എത്ര ശിക്ഷയാ കിട്ടാൻ പോകുന്നതെന്ന് ചോദിച്ച് കുട്ടികളെ പേടിപ്പിക്കാൻ തുടങ്ങി. നോക്കിയാല് ഹീറോയിനും അവിടെ തന്നെയുണ്ട്. സോറി ടീച്ചർ, അവരെപ്പോഴും ഇങ്ങനെ തന്നെയാ, അത് കാര്യമാക്കി എടുക്കണ്ടെന്ന് പറയും. ഇത് നമ്മുടെ ഹീറോയിന്റെ കുട്ടിയല്ല. ഇപ്പൊ കട്ട് ചെയ്താല് ഇവര് കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ കുട്ടികളെ പേടിപ്പിച്ചതെന്ന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഞാൻ ചെറുപ്പം മുതലേ അവർക്ക് ലോ എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തതാണെന്ന് പറയുവാണ്. ഇത് കേട്ട ആ കുട്ടിയും അതൊക്കെ പോട്ടെ, ആന്റി എപ്പോഴാ അങ്കിളിനെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് ചോദിക്കും. കല്യാണം കഴിക്കുന്നത് അത്രയ്ക്ക് എളുപ്പമൊന്നല്ല. ആദ്യം ഡ്രസ്സ് വാങ്ങണം, റിങ് വാങ്ങണം, മണ്ഡപം ബുക്ക് ചെയ്യണം. ഇതിനൊക്കെ മുൻപ് ഇവർക്ക് അതിന് സമയവും വേണമെന്ന് പറഞ്ഞതും ഓ, അങ്കിളിന് അതിന് പോലും ടൈമില്ലേ എന്ന് കുട്ടി ചോദിക്കും. അങ്ങനെയൊന്നും അല്ലടാ, ഇവളാണ് പ്രൊമോഷൻ കിട്ടിയില്ലെന്ന് പറഞ്ഞ് അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ കൂടെ ഇപ്പോൾ ടൈം പോലും മര്യാദയ്ക്ക് സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പരാതി പറയുവാണ് കുട്ടി. പക്ഷെ നമ്മുടെ ഹീറോയിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഉടനെ ഹീറോയിനും എന്നാ ശരി, ഇപ്പോ നമ്മുടെ കയ്യിൽ റിങ് ഇല്ലേ, നമുക്ക് ഇപ്പോ തന്നെ കല്യാണം കഴിച്ചാൽ എന്താന്ന് ചോദിച്ചാല് നീ എന്താ തമാശ പറയുന്നതാണോ യുയോ എന്ന് ഹീറോ ചോദിക്കും. തമാശയല്ല, ആ കാർ ഒന്ന് സൈഡിലേക്ക് ഒതുക്കാമോ എന്ന് ചോദിച്ച് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ട് നോക്കിയാല് ഹീറോ അറിയാതെ ഹീറോയിൻ വെഡിങ്ങിന് വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങി വന്നതും കല്യാണം കഴിച്ചാലോ എന്ന് ചോദിച്ച് റിങ് നീട്ടിയതും പിന്നല്ലാതെ ഇതിനു വേണ്ടിയാണ് ഞാൻ ഇത്ര നാള് കാത്തിരുന്നതെന്ന് നമ്മുടെ ഹീറോയും എസ് പറയുന്നുണ്ട്. സോ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ ക്യൂട്ടായിട്ട് കൈ പിടിച്ച് നടന്ന് സ്റ്റേജിലേക്ക് വരുവാണ്. ഹീറോയിന്റെ അമ്മയ്ക്കും അച്ഛനും വളരെ സന്തോഷം. ബോവും നമ്മുടെ ടിങ് സെറ്റായെന്നാ തോന്നുന്നേ. അവൻ ഇതൊക്കെ കണ്ട് സന്തോഷം താങ്ങാൻ കഴിയാതെ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. പിന്നാലെ നമ്മുടെ ക്യൂട്ട് കപ്പിള് യൂഫയും തങ്ങിലിയും വരുന്നുണ്ട്. അതിന് പിന്നാലെ നമ്മുടെ ജുന്നും ചെങ്ഷിയും വരുന്നുണ്ട്. ആ കുട്ടി വേറെ ആരുടെയല്ല, ഇവരുടെ രണ്ടുപേരുടെയാണ്. സോ ബ്യൂട്ടിഫുൾ ആയ ഒരു ക്യൂട്ട് ഫാമിലി ആയി കഴിഞ്ഞു. ഇപ്പോ ഹീറോയിനും സന്തോഷത്തോടെ കല്യാണത്തിന് എസ് പറഞ്ഞ് മോതിരം മാറുന്നതോടെ വളരെ ഹാപ്പി ആയി ഈ ഡ്രാമയും അവസാനിച്ചിരിക്കുകയാണ്. സോ ഗൈസ്, എല്ലാവർക്കും ഈ ഡ്രാമ ഇഷ്ടമായെന്ന് കരുതുന്നു. എനിക്കും ഒരുപാട് ഇഷ്ടമായി. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നീട്ടേണ്ടി വന്നിട്ടുണ്ട്, അതിന് ഒരുപാട് സോറി. സോ അടുത്തത് നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത ഡ്രാമ തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് ഓൾറെഡി തന്നെ വേറെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, എന്നാലും നമ്മുടെ ചാനലിൽ ചെയ്യണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. സോ ആ ഡ്രാമയായിട്ട് നാളെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.